ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാർഡ്സ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഇതേപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? രണ്ട് കൈകളും ചേർത്ത് വെക്കുക. പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്നിലേക്കും എൻ്റെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആകുകയും നെഗറ്റീവ് ചിന്തകളെ എന്നിൽ നിന്നും എൻ്റെ പേഴ്സണിൽ നിന്നും റിമൂവ് ആവുകയും ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ റീഡിങ്ങിലേക്ക് പോകാൻ. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് വരുന്ന റീഡിംഗ് ആണ്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ വരുന്ന മാർച്ച് 14-ാം തീയതി ഫുൾ മൂൺ എനർജിയാണ്, പൗർണമിയാണ്. നിങ്ങളുടെ ഏത് ആഗ്രഹവും അന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് സാധിപ്പിച്ചെടുക്കാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതൊരു കാര്യമാണ്. നല്ലപോലെ ഹീലാവുക. നിങ്ങളിലുള്ള എന്തൊരു വേദനയാണെങ്കിലും അത് നിങ്ങൾ ഹീലാക്കി കളയുക. അതിനുശേഷം നിങ്ങൾ ഫുൾ മൂൺ എപ്പോൾ കാണുന്നുവോ ആ സമയത്ത് നിങ്ങൾ മൂണിന് ഓപ്പോസിറ്റായി നിന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം മെഡിറ്റേറ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് സാധിപ്പിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിക്കോട്ടെ, ആ ആഗ്രഹം അത്രമേൽ ആഗ്രഹത്തോടു കൂടി വേണം പ്രാർത്ഥിക്കാനായിട്ട്. നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പാടില്ല. ഏത് ആഗ്രഹവും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുക. അത് നിങ്ങൾ ചെയ്യുമ്പോൾ അത്രമേൽ വിശ്വാസത്തോടുകൂടി വേണം ചെയ്യാനായിട്ട്. ആ കാര്യം എന്തു തന്നെ ആയാലും അത് സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങളിൽ വേണം. അങ്ങനെ നമ്മൾ ഉറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യം നമുക്ക് സാധിച്ചു കിട്ടുമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമുക്കെന്നാ റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ ഈ സമയത്ത് നിങ്ങളെ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അവർ ഡേ ഡ്രീം ഒക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്ന് മുതൽ നിങ്ങൾ അവർ ചേസ് ചെയ്ത് പോവാതായോ അന്ന് മുതൽ അവർക്ക് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ആഗ്രഹം വന്നു തുടങ്ങി. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങി. ചില സമയങ്ങളിൽ നിങ്ങൾ അറിയാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ പേഴ്സണെ കുറിച്ച് ഓർമ്മ വരിക, അവരെക്കുറിച്ച് പാസ്റ്റിനെ കുറിച്ച് ഓർമ്മ വരിക. അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് അവിടെ ആലോചിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ഓർമ്മ വരിക, അവരെന്ത് ചെയ്യുന്നുണ്ടാവും എന്ന് ചിന്തിക്കുക. അതൊക്കെ അവരും നിങ്ങളെ ആ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഡ്രീം ചെയ്ത് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. പകൽ സ്വപ്നം എന്ന് പറയില്ലേ, കഴിഞ്ഞു പോയ കാലങ്ങൾ, നിങ്ങൾ മൊത്തമുള്ള നിമിഷങ്ങളൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ കിങ് ഓഫ് വാൺസ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ കരിയറിലാണെങ്കിൽ അവർക്ക് ഒരു നല്ലൊരു സ്ഥാനമുണ്ടെന്ന് പറയുന്നു. അവരുടെ ഏത് തരം ജോബാണെങ്കിലും ആ ഒരു കാര്യത്തിൽ അവരൊരു ബോസാണ്. അവർക്ക് കീഴിൽ കുറച്ച് പേര് വർക്ക് ചെയ്യുന്നുണ്ടാവാം. ഇനി അവരുടെ ഫാമിലിയിലാണെങ്കിൽ അവരായിരിക്കണം ഫാമിലിയെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒരു രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ഒരു രാജാവല്ലേ? അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. അവരാണ് അവിടുത്തെ കാര്യങ്ങൾ, അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ, അവരുടെ കരിയറിൽ അവരുടെ ജോബുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു ലീഡറാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരിപ്പോൾ ഒരു യോദ്ധാവിനെ പോലെ ധീരനായിട്ട് ചിന്തിക്കുകയാണ്, ഉറച്ച നിലപാടോടുകൂടി ചിന്തിക്കുകയാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട്. അവരെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഉറച്ച നിലപാട് തന്നെയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവരത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് വാൺസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്വപ്നത്തെ പിന്തുടരുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. അത് നേടിയെടുക്കാനായിട്ട് അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജി. നിങ്ങളുമായിട്ടുള്ള ഒരു റിയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ അവർ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. അവരും നിങ്ങളും ഇന്ന് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. എങ്കിലും അവർക്കിപ്പോൾ പ്രതീക്ഷയുണ്ട്. നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവരെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അവരുടെ തെറ്റുകൾ എന്ത് തന്നെയായാലും അത് തിരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. സന്തോഷത്തിൻ്റെ കാർഡാണ് കാണിക്കുന്നത്. വളരെ അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയുള്ളതായി തന്നെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്.
ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ടെമ്പറൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് മധ്യപാതയിലാണ്, ഞാൻ എവിടെ എത്തിയിട്ടില്ല, എൻ്റെ പേഴ്സണിലേക്ക് എത്തിയിട്ടില്ല, എൻ്റെ കരിയർ ആണെങ്കിൽ അതിലും ഞാൻ പൂർണ്ണമായിട്ടില്ല, എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് മടങ്ങിപ്പോകണം. ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കുന്നത് അല്ലെങ്കിൽ സന്തോഷവതി ആയിരിക്കുന്നത് എൻ്റെ പേഴ്സണിലേക്ക് ചെല്ലുമ്പോഴാണ്. ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ പേഴ്സണാണ്. ഞാൻ ക്ഷമയോടുകൂടി ഇനി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. എന്ത് കാര്യം തന്നെ ആയാലും നല്ലൊരു ഊർജ്ജത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ പഴയ കറേജൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം. എന്നാൽ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പൂർണ്ണമായും നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ പഴയ കറേജൊക്കെ എടുത്ത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ദ ഹീറോഫൻ്റ് ആണ് കാണിക്കുന്നത്. ദ ഹീറോഫൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരൊരു സ്പിരിച്വൽ ലീഡർ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു ഗുരുതുല്യനായ ഒരു പേഴ്സൺ ആണെന്ന് പറയുന്നു. അവരുമായിട്ടുള്ള അവരുടെ കരിയർ ആണെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ അറിവ് നൽകുന്ന അല്ലെങ്കിൽ അറിവ് സ്വീകരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു ഗുരുതുല്യനായിട്ടുള്ള ഒരു പേഴ്സൺ. അവരുടെ ജോബ് എന്ന് പറയുമ്പോൾ ഇൻഫോർമേഷൻ സെൻറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം. അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കരിയറാണ് ആ പേഴ്സൻ്റെ എന്ന് യൂണിവേഴ്സ് പറയുന്നു. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു കരിയറാണ് ആ പേഴ്സൻ്റെ. അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ എംപ്രസ് ആണ്. എംപ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുമ്പോൾ നിങ്ങളെന്ന വ്യക്തി അവർക്ക് എല്ലാമായിരുന്നു. അവർക്ക് ഓപ്പണായിട്ട് പറയാനായിട്ടുള്ളൊരു ആളായിരുന്നു. എന്തു കാര്യം നിങ്ങളോട് തുറന്നു പറയാമായിരുന്നു. അവരെന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളത് നിങ്ങളെന്ന വ്യക്തിയാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്. നിങ്ങളിലേക്ക് വരുമ്പോൾ അവർ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. അവരുടെ ഭാഗത്ത് പല തെറ്റുകളും ഉണ്ടായിരുന്നു എന്ന് അവർ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളാണ് ശരിയെന്ന് അവർ മനസ്സിലാക്കുന്നു. അത്രമേൽ സ്നേഹമാണ് നിങ്ങളോട് ഇപ്പോൾ അവർക്ക് തോന്നുന്നത്. നിങ്ങളോടിപ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് തോന്നുന്നത്. പുതിയൊരു വ്യക്തിയായി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. അവരിലെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഒരമ്മയെ പോലെ സ്നേഹവും കരുതൽ നൽകുന്ന ഒരു വ്യക്തി തന്നെയാണെന്നാണ് അവർ കരുതുന്നത്. വേറെ എവിടെയും നിങ്ങളെപ്പോലെ ഒരു വ്യക്തി അവർ കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്നേഹവും കരുതലും വേറെ എവിടെ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നു. നിങ്ങളിലേക്ക് അത്രമേൽ ആഗ്രഹത്തോടു കൂടി വരാനായിട്ട് ഒരുങ്ങുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. പുതിയൊരു തുടക്കമാണ് കാണിക്കുന്നത്. ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ ജീവിതം, പുതിയൊരു തുടക്കമാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് 8 ഓഫ് വാൻസ് കാർഡ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് വാൻസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് കാലതാമസം ഉണ്ടായിരുന്നു. കാലതാമസം ഉണ്ടായെന്ന് പറയാന്ന് വെച്ചാൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒത്തിരി പേര് കുറേ നാളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്ത് പോയ എനർജീസ് ആയിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് മാറ്റം വരുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ അകൽച്ച മാറാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു കാലതാമസം മാറി നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്താനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാകാം നിങ്ങളിലുള്ള പെയിൻ എൻഡ് ആകുന്നു എന്നാണ് അടുത്ത കാർഡ് മീൻ ചെയ്യുന്നത്. 10 ഓഫ് സോർട്സ് കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച വേദന എൻഡ് ആകുന്നു, പെയിൻഫുൾ എൻഡിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പ്രകാശത്തിലേക്കാണ് നിങ്ങൾ നോക്കി നിൽക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് വളരെ കുറച്ച് സമയമേ വേണ്ടൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളിലുള്ള വിഷമങ്ങളും മുറിവുകളെല്ലാം ഹീലാക്കി കളയുക. അത്രമേൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹീലാക്കി കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് എത്ര കണ്ട് ജെനുവിനായി ചെയ്യുന്നുവോ, എത്ര കണ്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നുവോ അതിൻ്റെ ഒരു പവർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത്. നമ്മൾ വെറുതെ വീഡിയോസൊന്നും കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം, അല്ലേ? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും ക്ഷമിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും. നമുക്ക് ആരൊക്കെ എന്തൊക്കെ ദ്രോഹം ചെയ്താലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയൊക്കെ നെഗറ്റീവ്സ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. നമുക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വേണമെങ്കിൽ ഇങ്ങനെ വേണം, പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം, പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം.
നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും, പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യണം. ഏതാഗ്രഹവും സാധിപ്പിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കണം, നിങ്ങൾ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയും മാനിഫെസ്റ്റേഷനും ഒക്കെ കറക്റ്റായിട്ട് വരുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് വരുമെന്നാണ് യൂണിവേഴ്സ് വീണ്ടും പറയുന്നത് ദ വീൽ കാർഡിലൂടെ. ദ വീൽ കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ കാര്യം എൻഡായി നിങ്ങളിലേക്ക് ഈ വീല് തിരിഞ്ഞു വരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് സന്തോഷ ദിവസങ്ങളാണ്. നിങ്ങൾ എത്രമേൽ വേദനിച്ചിരുന്നോ ആ വേദനയൊക്കെ അവസാനിച്ച് നിങ്ങളിലേക്ക് പുതിയൊരു തുടക്കത്തെയാണ് കാണിക്കുന്നത്. സന്തോഷമായ ദിവസങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് ദ വീൽ കാർഡ് മീൻ ചെയ്യുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ 7 ഓഫ് പെന്റക്കിളാണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു. എഡ്യൂക്കേഷൻ ആയാലും കരിയർ ആണെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു തുടങ്ങിയെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇപ്പോൾ നമ്മളൊരു തുടക്കം കുറിച്ച കാര്യം നമുക്ക് ഫ്യൂച്ചറിലേക്ക് നല്ലൊരു കാര്യമായിട്ട് മാറുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പം എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു കാര്യം പൂർണ്ണതയിലെത്ത് നിങ്ങൾക്കുള്ള ഗോൾ നിങ്ങൾ നേടുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ കരിയറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയ ജോബൊക്കെ നോക്കുന്നവർക്ക്, ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ആ കാര്യം യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സിൻ്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു കരുതൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കുള്ള ആ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടല്ലോ, അത് ഒന്നുകൂടെ ഉയരുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പ്രോഗ്രസിനെയാണ് കാണിക്കുന്നത്, അബണ്ടനെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ എല്ലാം തരാനായിട്ട് യൂണിവേഴ്സ് ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് ഈ കാർഡ്സ് മീൻ ചെയ്യുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ പേജ് ഓഫ് സോർട്സ് കാർഡാണ്. കറണ്ട് സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ആരുടെ? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ. നിങ്ങൾ റെസ്റ്റ്ലെസ് ആണെന്ന് പറയുന്നു. നിങ്ങൾ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുന്നു. എഡ്യൂക്കേഷനോ കരിയറോ എന്തുമായിക്കോട്ടെ അത് നിങ്ങൾ പുതിയതായി തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഉള്ളതിനെ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രമേൽ ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് റെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നല്ലപോലെ ചിന്തിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ലേണിംഗ് ന്യൂ തിങ്സ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് തന്നെ അറിവായിക്കോട്ടെ അത് നിങ്ങളിലേക്ക്, ലൈഫിലേക്ക് നല്ലതായി വരുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അറിവുകൾ എന്ത് തന്നെ ആയാലും ആ അറിവുകൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. ആ അറിവുകൾ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ ഗോൾ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം സഫലമാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടൈം കാർഡ് കൂടെ എടുക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ കാർഡ് ഓൺ എനി ഫ്രൈഡേ എന്നാണ്. വരുന്ന ഫ്രൈഡേക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയുള്ളതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ 23 ഡേയ്സ് ആണ്. 23 ദിവസത്തിനുള്ളിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും റീയൂണിയനും സാധ്യതയുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 3 വീക്സ് എന്നാണ് പറയുന്നത്. 3 ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അത്രമേൽ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് സാധിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അത് ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം, പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടി വേണം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗൈഡായിട്ട് എന്നും നിങ്ങളോട് കൂടെ ഞാനുണ്ടാവും. ഈ റീഡിങ് ഞാൻ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മെസ്സേജ് ചെയ്യുക, പേഴ്സണലായിട്ടും അല്ലാതെ. നിങ്ങളുടെ സ്വന്തം നീംസ്.